എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള രണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കായ HDFC ബാങ്കും ICICI ബാങ്കിൻ്റെയും Q1 റിസൾട്ടിൻ്റെ ബേസിസിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പോയിൻ്റാണ് ഇയർ ഓൺ ഇയർ ലോൺ ഗ്രോത്ത്. ICICI ബാങ്കിന് 20% നെഗറ്റീവാണ്, HDFC ബാങ്കിന് 15%. HDFC ബാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ICICI ബാങ്ക് സേഫ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ കമ്പനിയുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സേഫ് ആക്കുന്നു. അതുപോലെ കിട്ടാക്കടവും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ ആവറേജ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ICICI ബാങ്കിന് 14%, HDFC ബാങ്കിന് 13%. HDFC ബാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ICICI ബാങ്കിന് ഒരു 1% ഡെപ്പോസിറ്റ് ഗ്രോത്ത് കൂടുതലാണ്. അടുത്താണ് സീക്വൻഷ്യൽ NIM ട്രെൻഡ്. ICICI ബാങ്കിന് മോഡസ്റ്റ് എക്സ്പാൻഷനാണ് വരുന്നത്, HDFC ബാങ്കിന് 12 BPS നെഗറ്റീവ് ഡിക്ലൈൻ ആണ് വരുന്നത്. അതായത് NIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, അതായത് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റും അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനാണ് NIM എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ICICI ബാങ്കിന് ഒരു ചെറിയ രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടായിരിക്കുന്നുണ്ട്, പക്ഷേ HDFC ബാങ്കിന് ഇവിടെ നെഗറ്റീവാണ് വരുന്നത്. ഇപ്പം ഒരു BPS എന്ന് പറയുന്നത് 100 ആണ്, അപ്പോൾ ഇവിടെ 12 BPS ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0.12% HDFCക്ക് കുറയുവാണ്, നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അതുപോലെ റേറ്റ് കട്ട് ലോൺ ഈൽഡ് ഇമ്പാക്റ്റ് ICICI ബാങ്കിന് 105 BPS നെഗറ്റീവാണ്, HDFC ബാങ്കിന് 127 BPS നെഗറ്റീവാണ് വരുന്നത്. റേറ്റ് കട്ട് ലോൺ ഈൽഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഇപ്പം പലിശ നിരക്ക് കുറയ്ക്കുവാണെങ്കിൽ ഇപ്പം ബാങ്ക് പ്രൊവൈഡ് ചെയ്ത ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ലഭിക്കുന്ന ഈൽഡ്, അതായത് വരുമാനം കുറയുന്നതായിരിക്കും. അതിൽ ICICI ബാങ്കിന് നെഗറ്റീവ് വന്നിരിക്കുന്നത് 1.05% ആണ്, HDFC ബാങ്കിന് 1.27% ആണ് വന്നിരിക്കുന്നത്. അതുപോലെ കോർ ഇൻകം സ്പ്രെഡ് ഗ്യാപ്പ് HDFC ബാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ICICI ബാങ്കിന് 1.4% കോർ ഇൻകം സ്പ്രെഡ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അതായത് കോർ ഇൻകം സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൽ നിന്നും ബാങ്കിന് ലഭിച്ച ഇൻട്രസ്റ്റ്, അതായത് HDFCയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ICICI ബാങ്കിന് HDFCയെക്കാളും 1.4% കൂടുതൽ ലഭിക്കുന്നുണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൽ നിന്നും തിരിച്ചുള്ള പ്രോഫിറ്റ്. അതുപോലെ ഇയർ ഓൺ ഇയർ ഓപ്പക്സ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ഗ്രോത്ത്, അതായത് ഡേ ടു ഡേ ആവശ്യം വരുന്ന എക്സ്പെൻസ്, ഡേ ടു ഡേ വരുന്ന എക്സ്പെൻസിനെയാണ് ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൽ ICICI ബാങ്കിന് 10% എക്സ്പെൻസ് വരുന്നുണ്ട്, പക്ഷേ HDFC ബാങ്കിന് 4% വരുന്നത്. അതുപോലെ ബ്രോക്കറേജ് ടാർഗറ്റ് പ്രൈസ്, അതായത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ICICI ബാങ്കിൻ്റെ ഒരു ഷെയറിൻ്റെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഒരു 25%, പക്ഷേ HDFC ബാങ്കിൻ്റെ ആണെങ്കിലോ 54%. അപ്പോൾ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് ബാങ്കുകളും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള രണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. HDFC ബാങ്കിൽ ഇത്രയും ഡിഫറൻസ് വരാനുള്ള കാരണം HDFC ലിമിറ്റഡ് ആയിട്ടുള്ള മെർജിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ഡിഫറൻസ് വരാനുള്ള കാരണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.